ജൂതന്മാർ എന്ന വിഭാഗത്തെ നിങ്ങൾക്കറിയൂലേ? ആ വിഭാഗത്തെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞ് ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. വ്യക്തമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ്, അതായത് നന്മയുടെ സമൂഹത്തിന് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമൂഹമാണ് ഏത് കാലഘട്ടത്തിലും ജൂതന്മാര്. എന്നും 70 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ ഇട്ടും മറ്റും കൊലപ്പെടുത്തിയിട്ട് അഡോൾഫ് ഹിറ്റ്ലർ അവസാന ഘട്ടത്തിൽ തന്റെ ഒരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടി മെയിൻ കാംഫിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെയിൻ കാംഫ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാന് കേവലം 5% ജൂതന്മാരെ കൊലപ്പെടുത്താതെ ഇട്ടേച്ചു പോയാൽ 50 കൊല്ലം കഴിഞ്ഞ ജനങ്ങൾ പറഞ്ഞേക്കും ഹിറ്റ്ലർക്ക് അതുകൂടി കൊല്ലാമായിരുന്നില്ലേ. അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഞാന് ലോകത്തെ 5% ജൂതന്മാരെ കൊല്ലാതെ വിട്ടുപോയാൽ എനിക്ക് ശേഷം 50 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ജനത പറയും, എന്ത് പറയും? ആ 5% കൂടി ഹിറ്റ്ലർക്ക് കൊല്ലാമായിരുന്നില്ലേ എന്ന് പറയുന്ന ഒരു കാലം വരും എന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലർ എന്തായാലും, ഹിറ്റ്ലർ ഇനി ആരോ ആകട്ടെ, ജൂതന്മാരെ കൊല്ലണം എന്ന വാദവും എനിക്കില്ല. പക്ഷെ ജൂതന്മാർ ഇന്ന് ലോകത്തിന് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ജനനിബിഡമായ 450ഓളം ഗ്രാമങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പലസ്തീനിലെ 450ഓളം ഗ്രാമങ്ങൾ 1948 1948ന്റെയും 1967ന്റെയും ഇടയിൽ അവർ എന്ത് ചെയ്തു? അവർ നിലംപരിശാക്കി. അതിൽ അവിടെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങളെ ജീവനോടെയും അല്ലാതെയും കുഴിയിലിട്ട് മൂടി. പിന്നെ എന്ത് ചെയ്ത്? പള്ളിപ്പറമ്പുകൾ അടിയോടെ ബുൾഡോസർ വെച്ചെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിലിട്ടു. എന്തുകൊണ്ട്? പള്ളിപ്പറമ്പ് ശേഷിക്കാൻ പാടില്ല. പള്ളിപ്പറമ്പ് ശേഷിച്ചാൽ ഇവിടെ മനുഷ്യർ വസിച്ചിരുന്നു എന്നതിന് തെളിവുണ്ടാവും. 8-10 മീറ്റർ ആഴത്തിൽ ബുൾഡോസർ വെച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ കൊണ്ടുപോയിടുക. അതായത് എന്തിന് തെളിവില്ലാതാക്കുക? വീട് ബുൾഡോസർ വെച്ച് തകർത്ത്, എന്നാലും എന്ത് ബാക്കിയുണ്ടാവും? എന്താണ് ഉറങ്ങണത്? എന്ത് ബാക്കിയുണ്ടാവും? പള്ളിപ്പറമ്പ് ബാക്കിയുള്ള കാലത്തോളം എന്ത് തെളിവായി? മുസ്ലിമീങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്നതിന് തെളിവാണല്ലോ എന്തുണ്ടാകല്? പള്ളിപ്പറമ്പ്. ജൂതന്മാർ 948 മെയ് 14 967 സിക്സ് ഡേ വാറിന്റെയും ഇടയിൽ ോടനുബന്ധിച്ച കാര്യങ്ങളുടെയും ഇടയിൽ അവർ ചെയ്തിട്ടുള്ളത് 450ഓളം ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ വസിച്ചിരുന്നു. അവരെ മുഴുവനും കൊന്നു. ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി. 5000-ലേറെ ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഏരിയകളിലെ പള്ളിപ്പറമ്പുകളെല്ലാം അടിയോടെ കോരിയെടുത്തു. 5000-ലേറെ ചതുരശ്ര കിലോമീറ്റർ, 5300-ലേറെ ചതുരശ്ര കിലോമീറ്ററിനിടയിൽ ഉള്ള മുസ്ലിം പള്ളിപ്പറമ്പുകൾ എന്ത് ചെയ്ത്? അടിയോടെ. പള്ളി തകർത്താലും വീട് തകർത്താലും എന്ത് ബാക്കിയാവും? പള്ളിപ്പറമ്പ് ബാക്കിയാവുന്ന കാലത്തോളം പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്ത്? ഒരു ഫോറൻസിക് വിദഗ്ധനും കിട്ടാത്ത വിധത്തിൽ 8-10 മീറ്റർ അടിയിൽ എന്ത് കോരി? പള്ളിപ്പറമ്പിന്റെ മണ്ണ് കോരിച്ച് മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു. ആര്? ജൂതന്മാര്. ഇങ്ങനെ ഇത്രയേറെ ചരിത്രത്തിൽ ഇത്രയേറെ ലോകത്തെ നന്മകൾക്ക് എതിര് ചെയ്ത ഒരു വിഭാഗം ലോകത്ത് കാണാൻ സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ നന്മകളുടെയും തിന്മകളുടെയും അടിസ്ഥാനത്തെ അല്ലാഹു തആല കാണിച്ചു കൊടുത്ത മഹാനാണ് ആര്? പറ, ആര്? മുഹമ്മദ് മുസ്തഫ. ഇത് ഉറപ്പാണല്ലോ. ഇത് നിഷേധിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ലല്ലോ. ആ റസൂൽ, അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂത പെണ്ണ് വിരുന്നിന് വിളിച്ചു. പോയോ? ഇല്ലേ? പോയി. നിങ്ങൾ എന്തായി പറയുന്നത്? പോകരുത്, ചതിക്കും എന്ന് പറഞ്ഞു. തന്റെ അനുചരന്മാരെയും കൂടി ആ വിരുന്നിന് ക്ഷണിച്ചപ്പോ വിരുന്നിന് പോയി. ചതിച്ചു. പോയി. അവര് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ചപ്പോ ഭക്ഷണ പദാർത്ഥം പുണ്യ റസൂലിനോട് പറഞ്ഞു, എന്ത്? എന്റെ ഉള്ളിൽ വിഷമുണ്ട്. ഈ ഭക്ഷണ പദാർത്ഥം പുണ്യ റസൂലിനോട് പറഞ്ഞു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ട്. ആര് ചെയ്ത്? ജൂതന്മാര് ചെയ്തു. ആരാ ജൂതന്മാര്? മുസ്ലിം സമുദായത്തിന്റെ വർഗശത്രു,
നന്മയുടെ വർഗശത്രു. എന്തുകൊണ്ട് നന്മയുടെ വർഗശത്രു? എത്ര നബിമാരെയാണ് അവർ കൊന്നതെന്നതിന് കണക്കില്ല. എന്തിനായി നബിമാർ വന്നത്? അള്ളാന്റെ കിതാബായ തൗറാത്ത് പ്രചരിപ്പിക്കാൻ വന്ന നബിമാരെ, നൂറുകണക്കിന് നബിമാരെ, ആയിരക്കണക്കായ നബിമാരെ കൊന്നു. ആര്? ജൂതന്മാര്. ഇങ്ങനെയുള്ള വിഭാഗമാണ് ജൂതന്മാർ. സ്വന്തം വേദഗ്രന്ഥം വലിച്ചെറിഞ്ഞു. എത്ര നബിമാരെ കൊന്നു? കണക്കില്ല. കയ്യു കണക്കും ഇല്ലാത്ത നബിമാരെ അവർ കൊന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നബിയെ അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷ ആർക്കായിരിക്കുമെന്ന് ഒരാൾ പുണ്യ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മൻ ഖതല നബിയാ, നബിയെ കൊന്നവർക്ക്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലേ? നിങ്ങൾ ഇത് ചിന്തിക്കണം. നമ്മൾ ഇന്ന് ശത്രുതയുടെ പുതിയ വ്യായാമങ്ങളെ തേടുകയാണ്. ശത്രുതയ്ക്ക് പുതിയ വ്യായാമങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അടിസ്ഥാന സത്യങ്ങൾ മറക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് എൻ്റെ ചോദ്യം. അതിൽ എല്ലാം എതിരായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എല്ലാവരും എതിരായാലും എൻ്റെ നിലപാടെന്നാണ്. സൗഹൃദത്തെക്കാൾ വലിയ ഒരു മതമില്ല. അടിസ്ഥാനം സൗഹൃദമാണ്. മനുഷ്യൻ നന്മയാണ്. മനുഷ്യ നന്മക്ക് വേണ്ടി അല്ലാതെ ഒരു ഇസ്ലാം മതം വന്നിട്ടില്ല. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം സാമൂഹിക നന്മയാണ്. എന്താ പറഞ്ഞ? ഇസ്ലാമിന്റെ അടിസ്ഥാനം സാമൂഹിക നന്മയാണ്. ഉറപ്പ്. വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ നന്മയിലല്ലാതെ മതം വന്നിട്ടില്ല. അസ്മാ ബിൻത് അബീ ബക്കറിന്റെ ഉമ്മ മുസ്ലിം അല്ല. അസ്മാ ബീവിയുടെ ഉമ്മ മുസ്ലിം അല്ല. അവർ മുസ്ലിമത്തായ അസ്മാ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. അസ്മാ ബീവിയുടെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആദ്യത്തെ ഭാര്യ. അവരാരായിരുന്നില്ല? മുസ്ലിം അല്ലാത്ത കാലത്ത് ആരെ മകളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു. അപ്പോൾ അവരെ സ്വീകരിക്കണമോ സ്വീകരിക്കേണ്ടതെന്നില്ലാത്ത വിഷമവൃത്തത്തിലായി അസ്മാ ബീവി പുണ്യ റസൂലിലേക്ക് ആളയച്ചു. നബിയെ, എന്റെ ഉമ്മ എന്നെ തേടി വന്നിരിക്കുന്നു. ഉമ്മയെ ഞാൻ സ്വീകരിക്കാൻ പാടുണ്ടോ പാടില്ലേ? അത് വീട്ടിൽ കയറ്റിയിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആരല്ല? ഉമ്മ ആരല്ല? മുസ്ലിമത്തല്ല. ഇതിനൊരു തീരുമാനം എടുത്തു തരണം എന്ന് പുണ്യ റസൂൽ മുസ്തഫ. അപ്പോഴാണ് സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ ആയത്ത്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കരുത്. ശത്രുതകൾക്ക് പുതിയ സന്ദർഭങ്ങൾ ഒരുക്കരുത്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു ജനത്തെ തൊട്ട് വിരോധിച്ചിട്ടില്ല. ലം യുഖാതിലൂകും, അവർ നിങ്ങളെ കൊല്ലാൻ വന്നിട്ടില്ല, നിങ്ങളോട് യുദ്ധത്തിന് വന്നിട്ടില്ല. അവർ മുസ്ലിം അല്ല, പക്ഷെ അവർ നിങ്ങളോട് നിങ്ങളെ കൊല്ലാനോ യുദ്ധത്തിനോ അവർ വന്നിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുമില്ല. മനസ്സിലായോ? അവരാ മതത്തിൽപ്പെട്ടവരാണ്, പക്ഷെ അവർ നിങ്ങളെ വീടുകളിൽ നിന്ന് ഓടിച്ചിട്ടില്ല, നിങ്ങളോട് വാളുമെടുത്ത് കൊല്ലാനോട്ട് വന്നിട്ടില്ല. അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു വിരോധിക്കുന്നില്ല. എന്ത്? അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ. വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ മാനുഷികമായ നീതി കൊടുക്കുന്ന കാര്യത്തിലും. എന്നല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ഏത് മതക്കാരോടും നീതി ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്താ അതിന് മറുപടി? എന്തിനാ ഇതൊക്കെ നമ്മൾ ഒളിപ്പിച്ചു വെക്കണത്? സൂറത്തുൽ മുംതഹിന 8-ാമത്തെ ആയത്ത്. അവർ നിങ്ങളെ കൊല്ലാൻ വന്നിട്ടില്ല, അവർ നിങ്ങളെ വീട്ടുകളിൽ നിന്ന് ഓടിച്ചിട്ടുമില്ല, ഇറക്കി വിട്ടിട്ടുമില്ല. പക്ഷേ അവരെ മതത്തിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായേക്കാം. അതിന് ഇവർ ഈ സാധുക്കൾ ഉത്തരവാദിയല്ല. നിങ്ങളോട് കൊല്ലാൻ വന്ന ആളുകൾ ആ വിഭാഗങ്ങളിലൊക്കെ ഉണ്ടായേക്കാം. ഉണ്ടായേക്കാം. അതിന് ഈ സാധുക്കൾ പാറകുട്ടി ഉത്തരവാദിയല്ല, ഉത്തരവാദിയല്ല. അവരുടെ കാര്യത്തിൽ നിങ്ങളെ അല്ലാഹു വിരോധിക്കുന്നില്ല. എന്ത് വിരോധിക്കുന്നില്ല? അന്തബറൂഹും, നിങ്ങൾ അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം.
എന്നല്ല അവർക്ക് നിങ്ങൾ നീതി കൊടുക്കുന്നതിനും അല്ലാഹു വിരോധിക്കുന്നില്ല. അഥവാ നിങ്ങൾ ഗുണം ചെയ്യണമെങ്കിൽ മുസ്ലിം ആകണമെന്ന് കണ്ടീഷൻ വെക്കരുത്. അവർ നിങ്ങൾ കൊല്ലാൻ വന്നവരോ മറ്റോ ആണെങ്കിൽ ഒരു വട്ടം അവരെ മാളത്തിൽ നിങ്ങൾക്ക് പാമ്പ് കടിച്ചല്ലോ, അപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെക്കാം. ഇത് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി പലതായതുകൊണ്ട് മനുഷ്യന്റെ ചിന്ത പലതാവും, അപ്പോൾ മനുഷ്യന്റെ മതവും പലതാവും. പക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും ഒന്നാണ്, ഗുണം ചെയ്യണം എന്നല്ല. എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അവരോട് നല്ലതൊക്കെ ചെയ്തു കൊടുക്കുക. അത് അള്ളാഹു തആലക്ക് അത്തരം ആളുകളെ അള്ളാഹു തആലക്ക് ഇഷ്ടം. ജൂതപ്പെണ്ണ് മുസ്ലിം സമുദായത്തിന് ഏത് കാലഘട്ടത്തിൽ പ്രശ്നം ജൂതന്മാരാണ്. ഏത് കാലഘട്ടത്തിലും പ്രശ്നം ജൂതന്മാരാണ്. നബിമാരെ കൊന്നത് ജൂതന്മാരാണ്. നബിമാരെ കുറിച്ച് തോന്നിയാസം ആരോപിച്ച് സ്വന്തം നബി വ്യഭിചാരിയ എന്ന് പറഞ്ഞവരാ ജൂതന്മാര്. ഇനി എന്താ പറയേണ്ടത്? സ്വന്തം പ്രവാചകൻ ഒരു വീക്ഷണ പ്രകാരം ദൈവത്തിന് സമാനനാണ് മോശെ. ആർക്ക്? ജൂതന്മാർക്ക്. ജൂതപ്രമാണം അനുസരിച്ച് മോശെ നാട് വിടുന്നത്, ഈജിപ്തിൽ നാട് വിടുന്ന് മദിയനിലേക്ക് പോകുമ്പോൾ യെറുവേൽ എന്ന ഒരു ഗ്രാമീണന്റെ വീട്ടിൽ അഭയം തേടുകയാണ്. അവിടെ അയാൾ അഭയം കൊടുക്കും. അയാൾ കർഷകനും വിവിധങ്ങളായ ഏർപ്പാടുകാരനുമായിരുന്നു. ഇയാൾക്ക് അഭയം കൊടുത്തു. ആർക്ക്? മോശയ്ക്ക്. യെറുവേലിന്റെ മൂത്ത മകളാണ് സഫൂറ. ഈ സഫൂറയുമായി അവിഹിതമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ചു. ആര്? സഫൂറ. അത് കാരണം ഈ മോശയ്ക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ യെറുവേൽ നിർബന്ധിതനായി. ഞാൻ അടുത്ത ആഴ്ച പുസ്തകമടക്കം കൊണ്ടുവരും. സത്യവേദ പുസ്തകത്തിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. സത്യവേദ പുസ്തകത്തിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. പഴയ നിയമത്തിലുണ്ട്. ജൂതന്മാർ കൈവശം വെക്കുന്ന പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ വ്യഭിചരിച്ച് നിർബന്ധ സാഹചര്യത്തിൽ കല്യാണത്തിൽ കുടുങ്ങിയതാണ് ആര്? സ്വന്തം പ്രവാചകൻ അല്ലെങ്കിൽ ദൈവമായ ആര്? മോശെ. യെറുവേൽ, ഷുഐബ് അല്ല. ഷുഐബ് നബിയെ അവർ പറയുന്നില്ല. അവർ പറയുന്നത് ഗ്രാമീണനായ ഒരു ധനാഢ്യനാണ് അഭയം കൊടുത്തത്, യെറുവേൽ. യെറുവേലിന്റെ മൂത്ത മകളായ സഫൂറയെ അവിഹിതമായി മോശയിൽ നിന്ന് ഗർഭം ധരിച്ചത് കാരണം മോശയ്ക്ക് ഈ സഫൂറയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ യെറുവേൽ നിർബന്ധിതനായി. സ്വന്തം പ്രവാചകന്. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യന്റെ മഹത്വ ലോകം അറിയുമായിരുന്നില്ല. അവരാണിത് പറയുന്നത്. അതിന് ന്യായങ്ങളുണ്ട്, അതിന് അവർക്ക് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ഇത്തരം തോന്നിയാസങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ആരെ തലക്കിടണം? രേഖ വേണ്ടേ? ഒരു തോന്നിയാസം ചെയ്യണമെങ്കിൽ രേഖ വേണ്ടേ? അതങ്ങനെ ധാർമ്മികമായ ഒരു ഒഫീഷ്യലായ ഒരു തെളിവുണ്ടാക്കി വെക്കുക. സത്യവേദ പുസ്തകത്തിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ പലവട്ടം നോക്കിയതാണ്. സത്യവേദ പുസ്തകത്തിൽ എൻ്റെ കയ്യിലുണ്ട്. അവരാണ് ജൂതന്മാര്. സ്വന്തം മോശയ്ക്കെതിരെ പോലും വ്യഭിചാര ആരോപണം നടത്തിയവരാണ്. എന്നല്ല മറിയം ബിബി റളിയല്ലാഹു അൻഹയെ വേശ്യ എന്ന് പറഞ്ഞ ആളുകളാണ് ആര്? ജൂതന്മാര്. അതായത് ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു മഹദിയായ മറിയം ബീവിയെ. ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ മറിയം ബീവിയുടെ മഹത്വം ലോകം അറിയുമായിരുന്നില്ല. മറിയം ബീവി പരിശുദ്ധയാണ് എന്ന് ലോകം അറിയുന്നത് ആരുള്ളത് കൊണ്ടാണ്? ഖുർആനുള്ളത് കൊണ്ട് മാത്രമാണ്. അത്രത്തോളം സ്വന്തം പ്രവാചകന്മാർക്കെതിരെ തോന്നിയാസം പറഞ്ഞു വെച്ച ജനതയാണ് ആര്? ജൂതന്മാര്. ആ ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് പുണ്യ റസൂലിനെ വിരുന്നിന് വിളിച്ചു പോയി. അവൾ ചതിക്കുമെന്ന് പറഞ്ഞു, ചതിച്ചു. ചതിയിൽ റസൂലുള്ളാഹിക്ക് വിഷം ഏറ്റു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കാണ് മരിക്കണ ദിവസം. അന്നും നബി പറയുന്നത് യാ ആയിഷ സുമ്മു ഖൈബറ, ആ ജൂതപ്പെണ്ണിന്റെ വേഷം ഇപ്പോഴും എൻ്റെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പുണ്യ റസൂലുള്ളാഹിന്റെ ഒരു മരണകാരണമാണ് ആ വേഷം. ജൂതപ്പെണ്ണ് വിരുന്നിൽ കൊടുത്ത വിഷമാണ് നബിയുടെ മരണത്തിന് ഒരു കാരണം. യാ ആയിഷ സുമ്മു ഖൈബറ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരെ ആയിട്ടുണ്ട്.
എന്നിട്ടും ബന്ധം നബി ഒഴിവാക്കിയിട്ടില്ല. അവസാനം അത്താഴത്തിന് വേണ്ടി പണയം വെച്ച പടയങ്കി ജൂതന്റെ വീട്ടിലാണ്. എന്തേ മദീനയിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലുണ്ടാവില്ലായിരുന്നു ഒരു നേരത്തെ ആഹാരം? ഇനി ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നാൽ നബിക്ക് എന്താണ്? 2 മാസമൊന്നും ആഹാരം കഴിക്കാത്തതായ മാസങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടിയെന്ന് ഇഷ്ടം പോലെ ബുഖാരിയിലുണ്ടല്ലോ. ഇതൊരു പറയിപ്പിക്കാൻ വേണ്ടി പടയങ്കിനെ കൊടുത്തയച്ച് ഇതുണ്ടാക്കിച്ച് എന്തിനാ? മനസ്സിലായോ? 2 മാസമൊന്നും ഞങ്ങള് അടുപ്പിൽ തീ കത്തിക്കൊയില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ഇങ്ങനെയുള്ള നബി കുടുംബത്തിന് ഒരു ജൂതന്റെ വീട്ടിൽ നിന്ന് ഒരു സേറ് അരി വാങ്ങേണ്ട ആവശ്യം എന്താണ്? ജനങ്ങളെ ഒരു ഗോതമ്പ് വാങ്ങേണ്ട ആവശ്യം എന്ത്? അന്നത്തെ ദിവസം ഒന്ന് പട്ടി കിടന്ന പോരെ? പട്ടിണി കിടന്നത് ശീലിച്ചവരല്ലേ ഇവർക്ക് ശീലിക്കാത്തത് തിന്നലാണ്. ഇവർക്ക് വയറിളക്കം ഉണ്ടാവൽ തിന്നാലാണ്. ഇവർക്ക് സുഖം എന്താണ്? പട്ടിണിയാണ്. എന്നിട്ട് ഈ സമുദായത്തിന് അന്ത്യനാൾ വരെ നിങ്ങളെ നബി ഞങ്ങളെ ഒരു കാക്കാടെ വീട്ടിൽ പണയം വെച്ചിട്ടല്ലേ അവസാനത്തെ അത്താഴം കഴിച്ചെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ചരിത്രം ഉണ്ടാക്കിച്ച് പോകേണ്ട ആവശ്യം എന്താ? മാനുഷിക സൗഹൃദം, സഹകരണ മനോഭാവം. 2 കാര്യം നബിക്ക് ചെയ്യാം. 1, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങാം. 2, ഇല്ലെങ്കിൽ പട്ടിണി നബിക്ക് പതിവാണ്, ഉമ്മാത്തുൽ മുഅ്മിനീന്റെ പതിവാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ എവിടെ കൊണ്ട് എറിയും? ഇപ്പൊ ശത്രുതയുടെ പുതിയ വ്യാഖ്യാനങ്ങൾ തേടി നടക്കുന്ന ആളുകൾ ഈ ചരിത്രത്തെ നമ്മൾ എവിടെ കൊണ്ട് എറിയും? അതിനർത്ഥം സമുദായത്തിന്റെ അടിസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഒരു കളിയും കളിക്കണമെന്നല്ല, അതിന് പാടില്ല. അത് നിങ്ങൾ ഒരാളെ പ്രസംഗം മാത്രമല്ല, അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഅബാലയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 2013 പറഞ്ഞ ഒരു കാര്യത്തെ അതിന്റെ എത്രയോ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഒരു പ്രസംഗം നടത്തിയാൽ അത് പിറ്റത്താഴ്ച അതൊരാൾ വേഗം സോഷ്യൽ മീഡിയയിലിടും. അടുത്ത ആഴ്ച പ്രസംഗം നടത്തിയാൽ അപ്പൊ എത്ര കുട്ടികൾ പോലെ വിടും. അതെന്താണ് അവരുടെ ഉദ്ദേശം? അവരുടെ ഉദ്ദേശം ഫിത്തിനെ പരപ്പിക്കുക എന്നുള്ളതാണ്, ഫിത്തിനെ പ്രചരിപ്പിക്കുക. അത് ന്യായമില്ല. അതിന് നമുക്കൊരു വർത്താനം പറയാനില്ല. ഞാൻ ഈ പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരാൾക്കെതിരായി പറഞ്ഞ വർത്താനമല്ല. അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏതെങ്കിലും ഒരു പ്രഭാഷകനോ എഴുത്തുകാരനോ എതിരായി പറയുന്ന വിഷയവുമല്ല. ഒരു വിഷയവും അതല്ല. അതൊന്നും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഒരാൾ പ്രസംഗിച്ചില്ല, അതൊന്നും നമ്മളുമായി ബന്ധപ്പെട്ട വിഷയവുമല്ല. അതിനൊന്നും നമ്മൾ ആളുമല്ല. ഞാനൊരു പൊതുവായ സോഷ്യൽ മീഡിയയിൽ 2-3 മാസമായി ഇത്തരം പൂരപ്പാട്ടുകൾ നിറഞ്ഞു കിടക്കുമ്പോൾ അത് സമുദായ വിദ്വേഷത്തിന് വഴിവെക്കുമോ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു ഇടപെടൽ നടത്തിയത് മാത്രമാണ്. അതിനൊരു ഫലം കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. സമുദായം നാശാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഖുർആന്റെ അടിസ്ഥാനങ്ങളാണ്. അത് വിചാരിച്ച് അവനവന്റെ മതത്തിന്റെ അടിത്തറ നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ വേഷവിധാനങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ചില തിന്മകൾ ഉദാഹരണം പറയാം. നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട പലർക്കും ആഘോഷങ്ങളുണ്ട്, നമുക്കും ആഘോഷങ്ങളുണ്ട്. നമ്മളെ ആഘോഷം പെരുന്നാളാണെങ്കിൽ നല്ല ഒരു വെള്ള തുണി കൊടുത്ത് ഒരു വെള്ളക്കുപ്പായം പുൽക്കൈ ഒക്കെ ഇട്ട് തൊപ്പിയിട്ട് നമ്മൾ പള്ളി പോകും. അതെന്താണ്? അത് നിർബന്ധമായതുകൊണ്ടല്ല, അത് ആ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ ഒരു മതപരമായ വസ്ത്ര രീതിയാണ്. അതിനെ പുണ്യ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വസ്ത്രരീതി ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മളെ അടുത്ത വീട്ടിലെ വേലായുധനെ എന്ത് ചെയ്യൂല? ഒരു മുണ്ടും ഒരു ഫുൾ കൈ കുപ്പായ ഒരു തൊപ്പിയും ഒരു വരിയും കൊണ്ട് കൊടുക്കൂല. അവനതിട്ട് വരൂല്ല. അങ്ങനെയുണ്ടോ? അതേ സമയത്ത് പെരുന്നാളിന്റെ ചോറിന് പറയും വേല നാളെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കരുത്, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഓഹോ, ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കളിക്കുന്ന കളി എന്താണെന്നറിയോ? ചില ആ മതവിഭാഗത്തിൽ ആ ആരാധനയോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ അവരെ പെണ്ണുങ്ങൾ ഉടുക്കുന്ന അതേ രീതിയിലുള്ള വസ്ത്രം ആരുടുക്കുക? മുസ്ലിം പെണ്ണുങ്ങൾ. ഇതിനെന്തിനായുള്ളത്? ഈ വേഷവിധാനങ്ങൾ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ പരസ്പരം കൈമാറിയിട്ടില്ല. അപ്പൊ അവര് മാലയിടുന്ന മാസങ്ങളിലായി ഒരു പ്രത്യേക വേഷമുണ്ട് അവർക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കറുപ്പ് തുണി വാങ്ങാൻ തന്റെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഹൈന്ദവനായ സഹോദരൻ മാലയിടുമ്പോൾ കറുത്ത തുണി വാങ്ങാൻ പണമില്ലാത്ത വരുമ്പോൾ, അല്ലെങ്കിൽ ശബരിമലയിൽ പോകാൻ ഉദ്ദേശമുണ്ട് പക്ഷെ പോയി വരാനുള്ള പൈസ കയ്യിൽ
ഇല്ലാത്ത ആളുകൾക്ക് പണം കൊടുത്ത മുസ്ലിമീങ്ങളെ എനിക്കറിയാം. അത് ഇന്നും ഇന്നലെയല്ല, പണ്ടേ ഉണ്ട്. മനസ്സിലുണ്ടോ പറഞ്ഞത്? അതേ സമയത്ത് അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ കറുത്ത തുണി നമ്മൾ ധരിക്കാറില്ല. നമ്മൾ തലയിൽ കെട്ട് തൊപ്പിയും അവർ ധരിക്കാറില്ല. അത് അവർ ധരിച്ചാലും അതിന് കോമാളിത്തം എന്ന് പറയും, നമ്മൾ ധരിച്ചാലും കോമാളിത്തം എന്ന് പറയും. നേരെ മറിച്ച് ഭക്ഷണമാദി കാര്യങ്ങളിൽ പരസ്പരമായി സൗഹൃദം പങ്കിട്ടാൽ അതിന് മാനുഷികമായ ബാധ്യത എന്ന് പറയും. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചെയ്യണത് എന്താന്ന് വെച്ചാൽ, പഴയ കാലത്തെ സൗഹാർദ്ദത്തിലെല്ലാം എന്തുണ്ടാക്കുക? ശത്രുത ഉണ്ടാക്കിയിട്ട് ഒരു തരം പുതിയ ഒരു സൗഹൃദത്തെ കൊണ്ടുവരിക. ആ സൗഹൃദത്തിനാകട്ടെ ഒരു ന്യായമില്ലാതെ മാത്രമല്ല, അത് അതത് മതങ്ങളുടെ അടിത്തറയെ പൊളിച്ചു കളയും. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് നമ്മൾ ചിന്തിക്കണം. അതിനെ ന്യായമൊന്നും പറയാനില്ല. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. ഇങ്ങനത്തെ ചർച്ച ഇവിടെ കയറി വന്നതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കൽ നിർബന്ധമായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അവരവരുടെ അടിത്തറയിൽ തന്നെ നിലകൊള്ളണം. എന്നാൽ മനുഷ്യ സൗഹൃദം ഒരു കാലത്തും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ്. സാന്ദർഭികമായി ഞാൻ ആ കാര്യത്തിലേക്കൊന്ന് കയറി വന്നു മാത്രം. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് ഏറെ ശത്രുത ചെയ്ത സമൂഹമാണ് ജൂതന്മാര്. അവരോട് പോലും പുണ്യ റസൂൽ AD 2-ാം നൂറ്റാണ്ടിൽ മദീനയിൽ ഹെർഡിയാനോസ് രാജാവിന്റെ കാലത്ത് AD 2-ാം നൂറ്റാണ്ടിൽ മദീനയിൽ കുടിയേറി പാർത്തവരാണ് ബനു നളീർ, ബനു ഖുറൈറ എന്ന 2 ജൂത കബീലകൾ. AD 2-ാം നൂറ്റാണ്ടിൽ. AD 7-ാം നൂറ്റാണ്ടിൽ നുബുവത്തുമായി വന്നു മുഹമ്മദ് മുസ്തഫ. ആ കാലത്ത് അവർ എന്ത് ചെയ്തു? പുണ്യ റസൂലിനെ ചതിച്ചു കൊല്ലാൻ എത്രയോ ശ്രമം നടത്തി. ഹെർഡിയാനസ് രാജാവിന്റെ കാലത്ത് AD 2-ാം നൂറ്റാണ്ടിൽ വന്ന ആളുകളാണ് ബനു നളീർ, ബനു ഖുറൈറ കബീലകൾ. എവിടെ? മദീനയിൽ. AD 7-ാം നൂറ്റാണ്ടില് നുബുവത്തുമായി വന്നു മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പുണ്യ റസൂലിനെ ചതിച്ചു കൊല്ലാൻ ആ കാലത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അവര്, ജൂതന്മാര്. എന്നിട്ട് പോലും മാനുഷികമായ സൗഹാർദ്ദത്തിൽ ഒരു വ്യത്യാസം പുണ്യ റസൂൽ എത്തിയിട്ടില്ല. വിഷയത്തിലേക്ക് തിരിച്ചുപോയി. സാന്ദർഭികമായി പറഞ്ഞതാണ് മനുഷ്യ സൗഹാർദ്ദം. അതാണ് ഇസ്ലാമിക സമുദായത്തിന്റെ അടിസ്ഥാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹീമിർ റഹ്മാൻ എന്നല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം കാരുണ്യം ചെയ്യേണ്ടടുത്ത് ഏത് മതത്തിൽപ്പെട്ടവൻ എന്ന് പരിഗണിക്കാതെ കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ്. മതമുള്ളവനെന്നോ മതം ഇല്ലാത്തവനെന്നോ വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അനുഗ്രഹവും കരുണയും ചൊരിയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നാണ്. ബിസ്മില്ലാഹി പറഞ്ഞാൽ ഉടനെ പറയുന്നതാണ് എന്ത്? റഹീമല്ല, എന്ത്? റഹ്മാൻ. റഹ്മാനായ അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയത്തിലേക്ക് തിരിച്ചു വരി. ഇവിടെ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം, ഏത് പ്രവാചകന്മാരിലും കാണാത്ത ഒരു പ്രത്യേകത മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപൂർവം മതപരമായ കാര്യത്തിൽ കുടുംബം ഭാഗഭാക്കായി ചരിത്രത്തിൽ ആ കുടുംബത്തെ കൂടി ആ ഏട് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ കുടുംബം കൂടി ദീനി കാര്യങ്ങളുടെ വിഷയങ്ങളിൽ ഭാഗഭാക്കായ 2 പ്രവാചകന്മാരാണ് ചരിത്രത്തിൽ പ്രധാനമായി കാണുന്നത്. ഒന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ, ഒന്ന് സയ്യിദുന ഇബ്രാഹിം. ഈ 2 ആളുകൾക്കും പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് പ്രധാനം തന്നെയാണ് മതപരമായ കാര്യത്തിൽ. ഉദാഹരണം പറയാ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 ഭാര്യമാരാണുള്ളത്. പ്രധാനമായി 2 ഭാര്യമാരാണ്. ഒന്ന് ആരാണ്? ഹാജറാണ് റളിയല്ലാഹു അൻഹ. ആ ഹാജർ വഴിയാണ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ദീനിന്റെ സത്യസാക്ഷ്യം ഉണ്ടായത്. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജർ എന്ന അടിമപ്പെണ്ണിന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹു അൻഹ. തൗറാത്ത് അടക്കമുള്ള വേദഗ്രന്ഥം ഭൂമിയിൽ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നത് ഇസ്രായേലി സമൂഹത്തിനാണ്. ഇസ്രായേലി സമൂഹത്തിന്റെ വല്യമ്മയാണ് ആര്? സാറ. അപ്പൊ സാറയുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ സംഭവങ്ങൾ ഖുർആനിൽ കാണാം. ഹാജറുമായി ബന്ധപ്പെട്ടതോ അതും കാണാം, ഹദീസിൽ കാണാം. ഈ 4 വേദഗ്രന്ഥങ്ങളുടെയും അടിത്തറയാണ് സയ്യിദുന ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതത്തിൽ കുടുംബം പരമപ്രധാനാണ്.